ലെൻസുകളുടെ കാറ്റഗറിയും മറ്റു വിശേഷങ്ങളും പറയുന്നതിന് മുൻപേ നമുക്ക് ലെൻസിൽ ഉപയോഗിച്ചു വരുന്ന ഒരു യൂണിറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണത്? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ഒരു ലെൻസ് വാങ്ങിക്കുമ്പോൾ ഇത് 100 mm ആണ്, ഇത് 500 mm ആണ്, ഇത് 300 mm ആണ്, ഇത് 10 mm ആണ്, ഇങ്ങനെ പറഞ്ഞിട്ട് പല മില്ലിമീറ്റർ കണക്കുകൾ പറയുന്നത്. എന്താണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ൻ്റെ ഫുൾ ഫോം മില്ലിമീറ്റർ എന്ന് തന്നെയാണ്. നമ്മൾ സ്കെയിലിലും മറ്റു മെഷർമെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന മില്ലിമീറ്റർ തന്നെയാണത്. ഈ മില്ലിമീറ്റർ എവിടെയാണ് മെഷർ ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ലെൻസിനകത്ത് നിരവധി കോൺകേവും കോൺവെക്സും ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ക്യാമറ കമ്പനികൾ ഫീൽഡിലുള്ള ഒബ്ജക്ട്സിനെ ഷാർപ്പായിട്ട് നമ്മുടെ ഫ്രെയിമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സെൻസറിലേക്ക് പതിപ്പിച്ച് തരുന്നത് എന്ന്. ഏതൊരു ലെൻസിലൂടെയും പ്രകാശം മറുവശത്തേക്ക് കടന്നു പോകുമ്പം അത് ജസ്റ്റ് അപ്സൈഡ് ഡൗൺ ആയിട്ട് തലകുത്തി മറിയും കാഴ്ചകളല്ലേ. നമ്മുടെ സെൻസറിലും ചിത്രം പതിയുന്നത് തലകുത്തയാണ്. അതായത് നേരെ സ്ട്രൈറ്റ് ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഒരാളുടെ ചിത്രം തലകുത്തനെയാണ് നമ്മുടെ സെൻസറിൽ പതിയുന്നത്. എന്താണ് എന്ന് നോക്കാം. നിങ്ങളുടെ ലെൻസിനകത്തേക്ക് പ്രകാശം കടന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റിൽ അപ്സൈഡ് ഡൗൺ ആകുന്ന ഒരു ഫോക്കസിങ് പോയിൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതൊരു ക്രോസ് സെക്ഷൻ പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റ് മുതൽ നിങ്ങളുടെ സെൻസർ വരെയുള്ള ദൂരമാണ് ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോക്കൽ ലെങ്ത്ത് എന്നതുകൊണ്ടുള്ള ശരിക്കുള്ള ടെക്നിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെൻസിനകത്ത് കടന്ന പ്രകാശം ആദ്യമായിട്ട് എവിടെ വെച്ചാണ് അപ്സൈഡ് ഡൗൺ അത് ഒരു ക്രോസിങ് വരുന്നത്, ആ പോയിൻ്റ് മുതൽ സെൻസർ വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്ത് എന്ന് ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ വിശദീകരണം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് നമ്മുടെ റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ഒരു ഗുണം ഉണ്ടാവില്ല. നമുക്ക് സയൻസ് അല്ല വേണ്ടത്, നമുക്ക് ക്രിയേറ്റീവായ ഫോട്ടോസാണ് വേണ്ടത്. അപ്പോൾ ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കൽ ലെങ്ത്ത് എങ്ങനെയാണ് അയാളെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഫോക്കൽ ലെങ്ത്ത് എന്നത് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. അതായത് ഇതിൽ പറയുന്ന ഫോക്കൽ ലെങ്ത്ത് കൂടുന്തോറും ദൂരെയുള്ള ഒബ്ജക്റ്റുകൾ വലിയതായിട്ട് അടുത്തേക്ക് വരുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. അതായത് നിങ്ങളൊരു 10 mm ഒരു സീൻ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളെ ഫുൾ ബോഡി നിങ്ങൾക്ക് 10 mm ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് 100 mm ഉപയോഗിക്കുകയാണെങ്കിൽ അയാളുടെ മുഖം മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതായത് ഒബ്ജക്റ്റിനെ കുറേ അടുത്തേക്ക് മാഗ്നിഫൈ ചെയ്തിട്ട് ആ ലെൻസ് നിങ്ങൾക്ക് കൊണ്ടുതരും. അപ്പം ഫോക്കൽ ലെങ്ത്ത് കൂടുന്തോറും ഒബ്ജക്റ്റ് അടുത്തോട്ട് വരാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ വലിയതാക്കി കാണിക്കാനുള്ള ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോൾ ദൂരെ മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിയെ നമുക്ക് കൃത്യമായി ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? നമുക്ക് ഫോക്കൽ ലെങ്ത്ത് കൂടിയ ലെൻസ് വേണം. അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് കൂടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത് പറയുന്നത്? ഫോക്കൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മില്ലിമീറ്ററാണ്. മില്ലിമീറ്റർ നമുക്കൊരു 600 mm അല്ലെങ്കിൽ അതേപോലെയുള്ള ലെൻസുകളുണ്ടെങ്കിൽ ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് അടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് അടുത്തുള്ള കുറേ വസ്തുക്കളെ, ഒരു 10-20 പേരുള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് നമ്മുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം. എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഫോക്കൽ ലെങ്ത്ത് കുറഞ്ഞ ലെൻസുകൾ ഉപയോഗിക്കണം. അതായത് ഫോക്കൽ ലെങ്ത്ത് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 20 mm 25 mm അല്ലെങ്കിൽ 50 mm താഴെയുള്ള ഏതെങ്കിലും ഒരു ലെൻസ് നമ്മൾ ഉപയോഗിക്കണം. ക്ലിയർ അല്ലേ? അതിനകത്ത് സംശയങ്ങളുണ്ടെങ്കിൽ പറയുക. ഫോക്കൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ലെൻസിനകത്ത് ലൈറ്റ് കടന്ന് ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് മുതൽ സെൻസർ വരെയുള്ള ദൂരമാണ്. അതേപോലെ ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കൽ ലെങ്ത്ത് കൂടുന്തോറും ദൂരെയുള്ള ഒബ്ജക്ട്സ് അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ഫീല് വരും. അതായത് 100 mm ഒരാളുടെ ഒരു പശുവിനെയും അതിന് ചുറ്റുവട്ടത്തുള്ള ആലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അയാളത് 500 mm ആക്കി കഴിഞ്ഞാൽ ആ പശുവിൻ്റെ തല മാത്രമായിട്ട് അയാൾക്ക് കാണുന്ന വിധത്തിലേക്ക് മാഗ്നിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് കൂടുന്തോറും മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ വസ്തു അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയതാവുന്നതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. ഇനി നമുക്ക് ഫോക്കൽ ലെങ്ത്തിൻ്റെ ബേസിൽ എങ്ങനെയാണ് ലെൻസുകളെ തരംതിരിക്കുന്നത് എന്ന് നോക്കാം.